ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ എപ്പിസോഡിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് ഇന്നത്തെ നമ്മളെ ഗോൾ എന്നതെന്ന് പറയുന്നത് ഒരു വീടുണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ആദ്യം തന്നെ ചെറിയൊരു തറയൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആ തറ ഒന്ന് പൂർത്തിയാക്കിയിട്ട് നമുക്ക് പില്ലറൊക്കെ അടിക്കണം. അപ്പം നമ്മളെ കൂടെ ഇന്ന് മായാവി വെയിറ്റിയും കൂടിയുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു ബ്ലോക്ക് വിട്ടിട്ടാണ്, അഥവാ ഒരു ബ്ലോക്കിൽ നിന്ന് 5 ബ്ലോക്ക് വിട്ടിട്ട് 2, 3, 4, 5 അടുത്ത ബ്ലോക്കിലാണ് വെക്കുക. അങ്ങനെ നമ്മൾ ഇത്രക്കാരും തറയുടെ ബ്ലോക്ക് വെച്ചത്. ഇനി ഈ ബ്ലോക്കൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പില്ലർ അടിക്കണം. 3, 4, 5 ഒക്കെ എത്തിയായി. ഇനി 1, 2, 3, 4, 5 എന്ന് പറയുമ്പം പുറത്താണ്. അപ്പോൾ ഇവിടെ എന്തെല്ലോ ഒരു വശപ്പശകുണ്ട്, എന്നാലും നമുക്ക് ഫുള്ള് തറ പൊട്ടിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ബ്ലോക്ക് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒരു പില്ലർ അടിക്കണം. 4 ബ്ലോക്കാണ് മുകളിലോട്ടേക്ക്, ഇവിടുന്ന് 4 ബ്ലോക്ക്. എന്നിട്ട് ഈ 4 ബ്ലോക്ക് പൊന്തിച്ചതിന് ശേഷം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ബ്ലോക്ക് വെക്കണം. പിന്നെ ഗൈസ്, നമ്മളൊപ്പം കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ കമൻറ്റ് ബോക്സിൽ മൈൻക്രാഫ്റ്റിലുള്ള ഓരോ പേര് ഇട്ടാൽ മതി, അല്ലെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ഇട്ടാൽ മതി. എൻ്റെ മൈൻക്രാഫ്റ്റിലെ നെയിം നെബുഎക്സ് എന്നാണ്. N ക്യാപിറ്റൽ, ബാക്കിയെല്ലാം സ്മോള്. അവൻ്റെത് എല്ലാം ക്യാപിറ്റൽ, മായാവി വെയിറ്റി 4013 എന്നാണ്. അപ്പോൾ ആയിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊപ്പം ലെറ്റ്സ് പ്ലേ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ പില്ലർ അടിച്ച് കണക്ട് ചെയ്ത് പോകും. 4 ബ്ലോക്കാണ് മുകളിലോട്ടേക്ക്, അഥവാ നമ്മൾ 3 ആളാണ് ഈ വേൾഡ് കളിക്കുന്നത്. അപ്പോൾ 3 ആൾക്ക് വേണ്ടിയിട്ട് വലിയൊരു വീട് തന്നെ വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ വീടുണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഒരു ചെറിയൊരു 1 ഫ്ലോർ 2 ഫ്ലോർ വീടുണ്ടാക്കിയാലും മതിയായി. ഇത് നമ്മൾ 2 പാർട്ടായിട്ടാണ് ഇടുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ നല്ല ലെങ്ത് ആവും. ഇപ്പം തന്നെ നല്ലൊരു ലെങ്ത് ആവും. അതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ടാവും വീഡിയോ ഇടുക. അപ്പം രണ്ടാമത്തെ പാർട്ട് വരും. അപ്പം നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ഈ വീടിൻ്റെ ഫർണിഷിങ് കാര്യങ്ങൾ എല്ലാം നമ്മളിടും. ഫർണിഷിങ് എന്ന് പറയുമ്പം ഉള്ളിലുള്ള ബെഡ്, അത് ഇത് ആ സംഭവങ്ങളൊക്കെ നമ്മളിടും. നമ്മളപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ ഫുള്ള് നമ്മളെ വീട് കാര്യങ്ങളൊക്കെ ഫർണിഷ് ചെയ്ത് അങ്ങനെയാണ് നമ്മളിടുന്നത്. ഫർണിഷ് എന്ന് വെച്ചാൽ ഓരോ റൂമിന് ഓരോ ഇതായിട്ടാണ് നമ്മളിടുക. ഓരോ റൂമിന് ഓരോ ആളെ രീതിയിലുള്ള ഇഷ്ടത്തിന് ആൾക്കാർ ആ റൂം അയാളെ ഇഷ്ടത്തിനാക്കും. അപ്പോൾ നമ്മൾ അടുത്ത പാർട്ടിൽ ഈ വീടിൻ്റെ രണ്ടാമത്തെ നിലയും പിന്നെ വിൻഡോസ് കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ നമ്മളൊരു പുതിയൊരു ഡിസ്കോഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഡിസ്കോഡ് സർവർ മൈൻക്രാഫ്റ്റ് സർവറൊന്നും ഇല്ല, എന്നാലും നിങ്ങൾക്കിപ്പോൾ ഫ്രണ്ട്സൊന്നും ഇല്ല, CPMൽ ഫ്രണ്ട്സ് ഇല്ല, BGMയിൽ ഫ്രണ്ട്സ് ഇല്ല, മൈൻക്രാഫ്റ്റിൽ ഫ്രണ്ട്സ് ഇല്ല, ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവിടെ ഉണ്ടാവും ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഡിസ്കോഡിൽ കയറിയിട്ട് അവിടെ സർവറിൻ്റെ ഏറ്റവും അടിയിൽ ഒരു പ്ലസ് ഉണ്ടാവും. ആ പ്ലസ് നോക്കിക്കഴിഞ്ഞാൽ ജോയിൻ സർവർ ഉണ്ടാവും. ആ സർവർ കയറിയിട്ട് നിങ്ങൾ ആ പേസ്റ്റ് ചെയ്യുക ആ ലിങ്ക്. അപ്പോൾ വെക്സ് കമ്മ്യൂണിറ്റി എന്നാണ് സർവറിൻ്റെ പേര്. നിങ്ങൾക്ക് ഇപ്പോൾ കളിക്കാൻ ആരുമില്ല, CPMലും ആരുമില്ല, BGMI 3 ഗെയിംസാണ് ഇപ്പോൾ ഉള്ളത്, CPM, BGMI, മൈൻക്രാഫ്റ്റ്. അപ്പോൾ ഈ 3 ഗെയിംസിലും ആരുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ സർവർ ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മളുടെ സർവർ എല്ലാവരും ജോയിൻ ചെയ്യേണ്ടതാണ്. പിന്നെ ഈ വീട് എനിക്ക് അങ്ങനെ ഒരു പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ നോക്കിയായിരുന്നു, പിന്നെ ഒരു പ്ലാൻ ഒക്കെ വന്നു. എല്ലാ വീഡിയോയും കൂടി ചേർത്തൊരു പുര ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ അത് ഒരു
പറ്റുന്നില്ല. അപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു രീതിക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വല്ല സജഷനും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. സജഷൻസ് ഉണ്ടെങ്കിൽ സജഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പറയാം, നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിൽ കൊണ്ടുവരുന്നതാണ്. ഇനി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ഈ ബ്ലോക്ക് ഫില്ല് ചെയ്യണം. ഈ ബ്ലോക്സ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്താ പറയുക, ഓക്ക് പ്ലാങ്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഓക്ക് പ്ലാങ്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫുള്ള് ഫില്ല് ചെയ്യണം. ഈ ഫുള്ള് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വിൻഡോസ് കാര്യങ്ങളും ഉണ്ടാക്കണം. വിൻഡോസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. അവിടെ പില്ലറടിക്കാൻ നമ്മൾ വിട്ടുപോയി. ഭയങ്കര മറവി, ആ പില്ലറൊന്നും അടിക്കുന്നില്ല. രാത്രി ആയിട്ടുണ്ട്. ഇനി രാത്രി ഉറങ്ങാൻ പോകണം. അത് വേറെ പണിയാണ്. അല്ലെ നമ്മളെ സോംബീസ് എല്ലാം പിടിച്ച് നമ്മൾ പടാവും. അതുകൊണ്ട് നമ്മൾ രാത്രി എന്തായാലും ഉറങ്ങണം. മൈൻക്രാഫ്റ്റിലെ രാത്രി എന്ന് പറയുമ്പോൾ ഭയാനകമായ ഒരു രാത്രി. അതൊരു ഗ്ലിച്ചായതാണ്. നമ്മൾ ബ്ലോക്ക് വെച്ചിട്ടും വെക്കാത്തൊരു ഗ്ലിച്ചുണ്ട്. അത് ചില ടൈം അങ്ങനെ ഉണ്ടാവും. ഒരു ഹൈറ്റ് കൂടിപ്പോയി ഗൈസ്, ഒരു ഹൈറ്റ് കൂടിപ്പോയി. അപ്പം നമുക്ക് ആ ബ്ലോക്ക് മുറിക്കണം. ഇനി ആ ബ്ലോക്കും കൂടി മുറിക്കണം. ഈ ബ്ലോക്കും കൂടി മുറിക്കണം. അവനാടെ ഫുള്ള് ഫില്ലാക്കുന്നുണ്ട്. നമുക്ക് ഇനി ഇത് കണക്ട് ചെയ്തതിന് ശേഷം ഇത് ഫുള്ള് ഫില്ലാക്കണം. പിന്നെ നിങ്ങൾക്ക് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഫ്ലോറിലേക്കുള്ള സജഷൻസോ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. പിന്നെ നിങ്ങളുടെ മൈൻക്രാഫ്റ്റിലെ പേര് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. നിങ്ങൾക്ക് നമ്മളൊപ്പം കളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ പേര് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ ഫുള്ള് ബ്ലോക്ക് വെക്കണം. ഇവിടെ ഫുള്ള് ഓക്ക് പ്ലാങ്ക് നമ്മൾ വെക്കണം. ഇത് കുറച്ച് നീളമായിപ്പോയിട്ടുണ്ട്, നമ്മളോട് നേരത്തെ അളവ് തെറ്റിയിട്ട്. ഇനി ഇത് ഫുള്ള് മുറിച്ച് പണിയാൽ ടാസ്ക് ആയതുകൊണ്ട് തന്നെ നമ്മളത് അവിടെ വെക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഫുള്ള് ഇതാക്കിയിട്ട് ഗൈസ്, ഇതാണ് പ്രശ്നം. നമ്മൾ പെട്ടെന്ന് ബ്ലോക്ക് വെക്കുമ്പോൾ തെറ്റിപ്പോവും. പക്ഷെ നമ്മൾ വെറുതെ ബ്ലോക്ക് വെക്കുമ്പോൾ കറക്റ്റായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന എത്ര ആളുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ ഉണ്ട് നമ്മൾ ഇറക്കുന്നുണ്ട്. ലെറ്റ്സ് പ്ലേൻ്റെ ഇനി എപ്പിസോഡ്സ് കുറേ ഉണ്ടാവും. ഇനി രാത്രിയായി ഉറങ്ങണം. അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോംബീസ് എല്ലാം പിടിച്ച് കടിച്ച് തിന്നാളിയും. പിന്നെ ലൂട്ടും പോയി എല്ലാം പോവും. നമുക്ക് ഇവനെയും കൂടി വിളിക്കാം. ഇതാണ് നമ്മളെ ഹാർട്ട് പീച്ച്. ഇവനാണ് നമ്മളെ വേറൊരു ചങ്ങായി. ഇതിൻ്റെ അകത്ത് മായാവി വേട്ടിയും ഞാനും ഹാർട്ട് പീച്ചുമാണ് ഈ വേൾഡ് കളിക്കുന്നത്. ഇനി വേറെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ വരാവുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടുക. രാത്രിയായി, ഇനി ഒരാളും കൂടി കിടക്കണം. അപ്പം നമ്മൾ രാത്രി എണീച്ചിട്ട് രാവിലെ കാണാം. ഇപ്പം നല്ല രാവിലെയായി, സൂര്യനെല്ലാം ഉദിച്ചു വരുന്നുണ്ട്. അതാ സൂര്യൻ അങ്ങനെ ഉദിച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ പോയി പണിയെടുക്കണം. നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ്, പിന്നെ ഇൻറ്റീരിയർ അതന്നെ. ഇനി നമ്മൾ വാതിലൊക്കെയുള്ള സ്ഥലം മുറിച്ച് വെക്കുക. ഇനി നമ്മളെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റൂം ബേസ്ഡ് ആക്കുക. എല്ലാം റൂം ബേസ്ഡ് ആക്കുക. അഥവാ നിങ്ങൾ ഇപ്പം കാണുന്നില്ല, ഈ റൈറ്റ് സൈഡിലുള്ളതാണ് ഹാള് പോലെ. ലെഫ്റ്റ് സൈഡിലുള്ളതാണ് 3 റൂം. അത്ര ചെറിയ റൂമാണോ നിൽക്കുന്നുണ്ടെങ്കിൽ മുകളിലൊരു ഫ്ലോറും കൂടി ഉണ്ട്, അതുകൊണ്ട് സീനില്ല. അപ്പം മുകളിലത്തെ ഫ്ലോറിൽ നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ് കാര്യങ്ങൾ അതൊക്കെ. എന്നിട്ട് നമുക്ക് ഇത് 3 റൂം ബേസ്ഡ് ആക്കണം. അപ്പം നമ്മളത് 3 റൂം ബേസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ഇതാക്കുന്നതാണ്. അതാ മക്കളെ മായാവി വേട്ടിയാടെ നിലത്ത് വീണെടുത്ത്. ഇനി നമുക്ക് കുറച്ചും കൂടി വുഡ് എടുക്കണം. ഈ ചെസ്റ്റിലാണ് നമ്മളെ റിസോഴ്സസ് ഫുള്ളുള്ളത്. അഥവാ പ്ലാങ്ക്, വുഡ് കാര്യങ്ങളൊക്കെ, വുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ചെസ്റ്റിലുണ്ട്. ഇനി നമ്മളിത് ഫുള്ള് നിറക്കണം. ഫുള്ള് നിറച്ചതിന് ശേഷം നമ്മൾ വിൻഡോസ് പണിയണം. വിൻഡോസ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ
ഒരു ഒരു രാത്രി ആയിട്ടില്ല, രാവിലെ ആയിട്ടില്ല, അങ്ങനത്തെ ഒരു ടൈം ഉണ്ടാവില്ലേ, ഒരു ഈവനിങ് ടൈമിലൊക്കെ നല്ല സൂര്യനൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര ഇതായിരിക്കും. ഷെയ്ഡർ ഇട്ടാൽ അത് കിട്ടും. പക്ഷേ എങ്കിൽ ഷെയ്ഡർ ഇടാൻ നമ്മൾ ബെഡ് റോക്ക് ആയതുകൊണ്ട് ഷെയ്ഡർ പറ്റൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എങ്ങനെ ഷെയ്ഡർ ഇടുക എന്നൊന്ന് പറയണം. അത് ബെഡ് റോക്കിലല്ലേ, അല്ല ജാവയിലല്ലേ ഷെയ്ഡർ പറ്റത്തുള്ളൂ. ഒരു വൈബായിരിക്കും വിൻഡോ ഒക്കെ വെച്ചാൽ. വിൻഡോ ഒക്കെ വെച്ചതിന് ശേഷം ഭയങ്കര വൈബായിരിക്കും. ഇത് ഫുള്ള് ബ്ലോക്ക് ഒന്നിക്കൽ ആടെ തട്ടൂല, അല്ലെ പുറത്ത് തട്ടും. അങ്ങനെ ഇപ്പോഴുള്ള ബ്ലോക്കെല്ലാം അത് കിട്ടി. ഇനി നമുക്ക് വിൻഡോസ് പണിയണം. ആദ്യം ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു റൂം പോലെ ആക്കണം 3. ഇപ്പോൾ ഇവിടെ എന്തെല്ലോ ഒരു കണക്ക് തെറ്റുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ മുന്നിൽ തെറ്റിയ കണക്കോ എവിടെയോ ഒരു കണക്ക് മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് ഈ നടുവിലത്തെ റൂം മാത്രം ചെറിയൊരു റൂമായിപ്പോയി. ചെറുതെന്ന് വെച്ചാൽ പക്ക ചെറിയ റൂമായിപ്പോയി. അപ്പോൾ നമുക്ക് ആ പക്ക ചെറിയ റൂമിനെ ഒന്ന് വലുതാക്കാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ ഇപ്പുറത്തുള്ള വുഡ് മുറിച്ച് മാറ്റേണ്ടി വരും. അതേ സാഹചര്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് റൂം അങ്ങനെ തന്നെ വെക്കേണ്ടി വരും. നമ്മളെന്തായാലും ആ റൂമിൻ്റെ വുഡ് മാറ്റണം. അതുവരെ നമുക്ക് ഇവിടെ ഒന്ന് ഇത് വെക്കാം. അവൻ ഫില്ലാക്കുന്നുണ്ട്, അവനും ഫില്ലാക്കുന്നു, ഞാനും ഫില്ലാക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇത് ഫില്ലാക്കാം. ഒരുമിച്ച് ഫില്ലായി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടാവും. ഇനി ഇത് നമ്മൾ റെഡിയാക്കി എടുക്കണം. ഇവിടെ നിന്ന് ഇവിടത്തേക്കല്ലേ വരണ്ടേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ വുഡ് മുറിച്ച് മാറ്റണം. ഈ വുഡ് മുറിച്ച് മാറ്റിയതിന് ശേഷം അതും മുറിച്ച് മാറ്റി കൈമേലെടുത്തതിന് ശേഷം ഇതും മുറിച്ച് മാറ്റി എന്നിട്ട് ഇവിടെ വുഡ് വെക്കണം. ഇവിടെ വുഡ് വെക്കണമെങ്കിൽ ഇത് മുറിക്കണം. ഇത് മുറിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പില്ലർ അടിക്കുക. ഇതിൻ്റെ മുകളിലേക്ക് പില്ലർ അടിച്ചതിന് ശേഷം അത് സെറ്റ്. എന്നിട്ട് ഇവിടെ ഇത് വെച്ചതിന് ശേഷം അതും സെറ്റ്. ആ റൂം സെറ്റായി. ആ റൂം സെറ്റായതിന് ശേഷം നമ്മൾ ഇത് ഫുള്ള് ഇതാക്കി. നമ്മൾ വെക്കുന്ന ബ്ലോക്കിലൊന്നും എത്തൂല. അതാണ് മെയിൻ പ്രശ്നം. ഇനി നമ്മൾ ഇതും മുറിച്ച് മാറ്റി. അതും മുറിച്ച് മാറ്റണ്ട, ബാക്കി എല്ലായിടും ഒന്നോട്ടെ. ഇനി നമ്മൾ വിൻഡോക്ക് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ വിൻഡോക്ക് വേണ്ടിയിട്ട് നമ്മൾ മുറിച്ച് മാറ്റണം. വിൻഡോ എനക്കൊരു രീതിയിൽ അറിയില്ല എങ്ങനെ വിൻഡോ വെക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ബ്ലോക്ക് ചില സ്ഥലത്ത് 4 ബ്ലോക്ക്, ചില സ്ഥലത്ത് 5 ബ്ലോക്ക്, അങ്ങനെയൊക്കെയാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ 2 ബ്ലോക്ക് വീതം വെച്ചാൽ മതി എന്നാണ്. ഇവനത് ഫുള്ളാക്കിയല്ലോ. അവിടെ ഫുള്ളാക്കല്ലടാ, അത് വിൻഡോൻ്റെ ആണ്. ഇത് വിൻഡോൻ്റെ ആണ് കേട്ടോ. വിൻഡോ വെച്ചതിന് ശേഷം ഇപ്പുറം ആക്കണം. ഇപ്പുറം നമുക്ക് ഫുള്ളാക്കണം. അതിന് മുന്നേ നമുക്ക് ഇവിടെയും വിൻഡോ വെക്കണം, അവിടെയും വിൻഡോ വെക്കണം, ഇവിടെയും വിൻഡോ വെക്കണം, ഇവിടെയും വിൻഡോ വെക്കണം. ഇവിടെ ഞാൻ പറയുന്നത് 3 ബ്ലോക്കായിട്ട് അടിയിൽ മാത്രം വെച്ചാൽ മതി എന്നാണോ, അല്ലെ 3 ബ്ലോക്ക് മുകളിലും വെക്കണോ? ഇങ്ങനെ വെച്ചാൽ മതിയോ, അല്ലെ 3 ബ്ലോക്ക് ഒന്നും കൂടി മുകളിലും കൂടി വെക്കണോ? ഫുള്ള് കൺഫ്യൂഷനാണ്. അതുകൊണ്ട് നമുക്ക് അതൊക്കെ നാളെ തീരുമാനിക്കാം. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഓഫ് ക്യാമറയിൽ വിൻഡോസിൻ്റെ കാര്യം ഒന്ന് നോക്കി ചെയ്യുന്നതായിരിക്കും. ഇത് കൃത്യം ഈ സ്ക്വയർ വിൻഡോ തന്നെയാണ്. ഇതിപ്പോൾ ഒരു രീതിയിലൊരു വിൻഡോ എന്ന് പറയാം. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കുറേ ലാഗാവും. അപ്പം എല്ലാവരും ബൈ. അപ്പം ഈ വിൻഡോയും കാര്യങ്ങളുടെയും ഗ്ലാസും റിസോഴ്സൊക്കെ സെറ്റാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ ഫുള്ള് വീടിൻ്റെ പണി ഫർണിഷ് ചെയ്ത് തീർക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഔട്ട്രോ എടുക്കാം. അപ്പോൾ ബൈ ഗൈസ്, ഇറ്റ് ഈസ് മീ നെബുവെക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിർത്തി വച്ചിരിക്കുന്നു. അപ്പം നാളെ കാണാം. ബൈ.